പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കൊട്ടിലാസ് വ്ലോഗിൽ നിന്നും ബിജു കൊട്ടിലയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ല ദിവസമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് റാസൽ ഖൈമയുടെ ഷേഖ് ഖലീഫ ഹോസ്പിറ്റലിന് സമീപത്തുള്ള കുറച്ച് ഏരിയയിലാണ്. ഇവിടെ കുറേ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. നമുക്ക് വളരെ വ്യത്യസ്തമായതൊന്നുമല്ല, എങ്കിലും നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഫാമുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ഇവിടുത്തെ ഒരു ഓരോ ഫാമും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഫാമുകളാണല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമാണ് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു ഫാമിലെ കാഴ്ചകൾ തന്നെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ പോയാലോ? റെഡിയല്ലേ? ഗുഡ് മോർണിംഗ് റാസൽ ഖൈമ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൻ്റെ 7ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ 7ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് റാസൽ ഖൈമയിലെ എമിറേറ്റ്സ് റോഡിൻ്റെ തൊട്ടടുത്താണ്. എൻ്റെ ഈ റൈറ്റിൽ നിങ്ങൾ കാണുന്നതാണ് എമിറേറ്റ്സ് റോഡ്. ബാക്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നത്തെ ഒരു നടത്തമെന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു പാടത്തേക്കാണ്. ഇവിടത്തേക്കുള്ള ആക്സസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, വഴിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം റാസൽ ഖൈമയിലെ വാഗമൺ എന്നൊക്കെയാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് ഉള്ളിലേക്ക് എൻട്രി ഉണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. വേലിയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും പോയി നോക്കാം. ഓക്കെ. നേരെ ശരിക്കും പുലർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. കോഴിയൊക്കെ കൂന്നുണ്ട് നടന്ന്. ഞാൻ മേലെ വണ്ടിയിട്ട് താഴേക്ക് നടക്കുക ചെയ്തേ. നല്ല തണുപ്പുണ്ട്, നല്ല കുഴപ്പമില്ല. ഈ തണുപ്പിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. നല്ല മരങ്ങൾ, പുളി പോലത്തെ നല്ല മരങ്ങളാണ്. അല്ലെങ്കിൽ മരുഭൂമിയിൽ പ്രധാനമായും കണ്ടുവരുന്ന അടിപൊളി മരമാണ് കിടിലൻ മരം. വെളിച്ചം വരുന്നതേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെളിച്ചം ഇങ്ങനെ നടന്ന് വരുന്നതേ ഉള്ളൂ. അറിയില്ല, ഇതൊരു സ്വകാര്യ ഫാമാണെന്ന് തോന്നുന്നു. ഇവിടേക്കുള്ള കാഴ്ചകൾ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവർ പെർമിഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കകത്ത് കയറാം. ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് കയറി നോക്കാം ആരൊക്കെ ഉണ്ടെന്ന് എന്താണെന്ന് അറിയാം. കുറേ നല്ല അടിപൊളി പുല്ലൊക്കെ വളർത്തിയിരിക്കുന്നുണ്ട്. നമുക്കിവിടെ പെർമിഷൻ ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വരാം. അതല്ല എൻ്റെ മര്യാദ. അപ്പോൾ ഇതിവരുടെ താമസ സ്ഥലമാണ് ശരിക്കും അല്ലേ. ഇവിടേക്കാണ് ഇവർ താമസിക്കുന്ന ഏരിയകളാണ്. ഇങ്ങനെ നമ്മൾ അമ്രാനിയിലെ ഒരു പാടത്തെ ഉണ്ടല്ലേ, ഈ കീടങ്ങളെ നശിപ്പിക്കുന്ന സാധനം, അതിവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. എന്താ പ്രാണികൾ ഇതിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറേ പ്രാണികളുണ്ടല്ലേ, കുറേ പ്രാണികൾ വീണെടുക്കുന്നുണ്ട്. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടുത്തെ പുല്ലുകൾക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴി ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കോഴിയുണ്ട്. ഇതെല്ലാം കോഴികളാണ്. ഇതാ അല്ല, കോഴിയും താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെളിച്ചം കുറച്ച് കുറവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കാരണം സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ ലൈറ്റ് വേണം നമുക്ക്. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലാണ് രാവിലെ ഇതിൻ്റെ ഒരു മൂഡ് കിട്ടണമെങ്കിൽ ഈ ഒരു വെളിച്ചം വേണം അല്ലേ. എന്തായാലും നല്ല അടിപൊളി തോട്ടമാണ്, അടിപൊളി തോട്ടം. ഒരുപാട് ഏക്കർ കണക്കിന് തോട്ടമുണ്ട്. നമ്മൾ വന്ന ഒരു ലാൻഡ്സ്കേപ്പ് മൊത്തം മാറിപ്പോയി. കാരണം ഇതിനകത്തേക്ക് കയറുമ്പോൾ വേറൊരു ലോകമാണ് സത്യം പറഞ്ഞാൽ, കണ്ടില്ലേ. അപ്പോൾ അത്രയും
നമ്മളേത് നാട്ടിലൊക്കെ എത്തിയ ഒരു ഫീലാണ്, കുറേ തെങ്ങിൻ തോപ്പിനിടയിൽ എത്തിയ പോലത്തെ ഒരു ഫീലാണ്. ഇത്ര ഏരിയകൾ മൊത്തം ഈന്തപ്പന തോട്ടങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽസും ഇതിൻ്റെ മനോഹാരിതയൊക്കെയാണ്. ഇന്ന് ചെറിയൊരു വ്ളോഗാണ്, ഇന്ന് അധികമൊന്നും ഞാൻ കാണിക്കാൻ നിങ്ങൾക്കില്ല. അവിടെ ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇത് തൊട്ടപ്പുറത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട്, നമുക്ക് നോക്കാൻ പോവാം പറ്റുവാണെങ്കിൽ. എന്തായാലും നമ്മൾ ഒരുപാട് പാമ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല, എങ്കിലും കുറച്ച് ഈന്തപ്പന തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു നടത്തം നമുക്ക് നടക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെയൊക്കെ ഈ പുൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്, ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. അടിപൊളിയാണ്. ആഹാ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം. നല്ല ഹൈറ്റിൽ വരെ വളരുന്ന പുല്ലുകളാണ് കേട്ടോ ഇത്. നല്ല ഹൈറ്റിൽ വരുന്ന പുല്ലുകളാണ്. എന്തായാലും ഒരു തോട്ടത്തിനകത്തോടുള്ളൊരു നടത്തം അത്രമാത്രം കണ്ടാൽ മതി. അതിനപ്പുറം വേറെ വലിയ കണ്ടൻ്റ് കാര്യങ്ങളൊന്നുമില്ല, നമുക്കധികം വലിയ കാഴ്ചകളുമില്ല. പക്ഷേ ഈ ഒരു നടത്തം ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു സിറ്റി ലൈഫിൽ നിന്ന് മാറി നമ്മളൊരു ഗ്രാമത്തിലേക്ക് വന്നൊരു ഫീല്, അപ്പോൾ അതിൻ്റെ ഒരു അനുഭൂതി ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല, ഒരു പഴയ വണ്ടിയുടെ കിടപ്പുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. നമ്മൾ വന്ന ഒരു ഏരിയയിലെത്തി നമ്മൾ എത്തിയിട്ടുണ്ട്. ओके भैया, मैं जा रहा है. ओके, थैंक यू. അവരിങ്ങനെ തീക്കായൻ പൂട്ടിയിട്ടിരിക്കുകയാണല്ലേ, നല്ല ചൂടുണ്ട് എൻ്റെ അടുത്തിരിക്കുമ്പോൾ. എന്തായാലും അവരോട് യാത്ര പറഞ്ഞ് ഞാൻ നല്ല ഇറങ്ങി. കാരണം കൂടുതൽ വലിയ കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് കാണാൻ പറ്റിയ കുറച്ച് ഈന്തപ്പന തോട്ടവും അതുപോലെ തന്നെ കുറച്ച് പച്ച പുൽപ്പാടങ്ങൾ നിറഞ്ഞ ഓരോ ഏരിയ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് വലിയൊരു പാടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും ആ പാടത്തിലെ കാഴ്ചകൾ കാണാം അല്ലേ. അങ്ങനെ ഞാൻ റോഡിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പാടത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിറയെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മുമ്പേ കാണിച്ചു തന്നെ ഒട്ടകങ്ങൾക്ക് കൊടുക്കുന്ന സാത്ത എന്ന് പറഞ്ഞ ഒരുതരം ചെടിയാണ് നമുക്കിവിടെ കൃഷി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം അവരും അകത്തേക്ക് അധികം പ്രവേശനമില്ല. ദൂരെ കുറേ പലതരത്തിലുള്ള കൃഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരേക്കും പോകാൻ അർബാബിൻ്റെ പെർമിഷൻ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഈ കൊറോണ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ഇവിടുന്നും വന്നിട്ട് ഇവിടെയും അധികം വലിയ കാഴ്ചകളൊന്നുമില്ല. ഇവിടെ എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഫാമുകൾ സന്ദർശിക്കുന്നതിന് ഇവിടെയും എല്ലാവർക്കും പരിമിതികളുണ്ട്. ഒരു നല്ല പൂവാലി പശു ഉണ്ട് ഇവിടെ, അടിപൊളി അല്ലേ. ഒരു കാക്കയും മേലിരിപ്പുണ്ട്. എന്തായാലും അതിന് തിന്നാൻ എന്തൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്നെ കണ്ടപ്പോൾ ഞാൻ നോക്കുകയാണ് ഇത് ആരാണ് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഈ പാടത്തുനിന്നും തിരിച്ച് ഞാൻ റാസൽ ഖൈമക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ഫ്ലമിംഗോ ബീച്ചൊന്ന് കാണാൻ തീരുമാനിച്ചു. രാവിലെ ഒരുപാട് ആളുകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ച എന്നുള്ളത്. ഇതാണ് ഫ്ലമിംഗോ ബീച്ച്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളും കൂടി ആസ്വദിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ നമ്മളെ ഫാമിൽ പോയി ഫാമിലെ കാഴ്ചകൾ കുറേ കണ്ടു. അപ്പോൾ ഫാമിലെ കാഴ്ചകൾ എനിക്കത്ര കൂടുതൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല.
കാരണം കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുറച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ഇവിടെ റാസൽ ഖൈമ ഫ്ലമിംഗോ ബീച്ചിലാണ് ഉള്ളത്. ഈ ഫ്ലമിംഗോ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കൂടെ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ അടിപൊളി കുറേ ഹോട്ടൽസും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കഫേകളും ബേക്കറീസും ഒക്കെ ഉണ്ട്. നമുക്ക് ആ രീതിയിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ഒരു ഷോർ ഏരിയ ഉണ്ട് എന്നുള്ളതാണ്. കടലിലൊക്കെ നമുക്ക് ഒരുപാട് ദൂരത്തോളം നടന്ന് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കുളിക്കാനും വളരെ സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ്. കുട്ടികളൊക്കെ കൊണ്ട് വളരെ അടിപൊളിയായി എൻജോയ് ചെയ്ത് നമുക്ക് കുളിച്ച് പോകാൻ പറ്റിയ ഒരു മനോഹരമായ ബീച്ചാണ് റാസൽ ഖൈമയിലെ ഈ ഫ്ലമിംഗോ ബീച്ച് എന്ന് പറയുന്നത്. കുറേ ആളുകളിവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെല്ലാം അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല ചെളിയുണ്ട്. കടലിന് നമ്മൾ എങ്ങനെ വീഡിയോ എടുത്താലും അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനായിരിക്കും നമുക്ക് തരാം. അല്ല, കടലിൻ്റെ തീരത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക തരം ഒരു ഫീലാണല്ലേ. അതിൻ്റെ ഒരു വിഷ്വലാണ് നോക്കണം. എന്തൊരു ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ഒരു മനോഹാരിത, അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. എത്ര നടന്നാലും കടലിൻ്റെ അടുത്തൂടെ നടക്കാൻ നമുക്ക് ഇപ്പോഴും തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ്. റാസൽ ഖൈമയിലെ പ്രധാനപ്പെട്ട ബീച്ചിലൊന്നാണിത്. എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ കളിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അങ്ങനെ അടിപൊളിയായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് റാസൽ ഖൈമ ഫ്ലമിംഗോ ബീച്ചാണ്. ഫ്ലമിംഗോൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്ലമിംഗോ ബീച്ച് എന്ന് പറയുന്നത്. കാക്കകളുണ്ട്, കാക്ക. ഇതിൽ നിറയെ മൈനകളുണ്ട് കേട്ടോ, ഒരുപാട് മൈനകൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും അടിപൊളി കാഴ്ചകളുമായി കുട്ട്ലാസ് വ്ലോഗിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി കാഴ്ചകൾ, നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എന്തായാലും പുതിയ കാഴ്ചകളുമായി കുട്ട്ലാസ് വ്ലോഗിലൂടെ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യാണ് ബിജു കോട്ട്ല ഫ്രം കുട്ട്ലാസ് വ്ലോഗ്.